ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിസ് എഡ്യു ടോക്ക്. ഇന്ന് നമ്മുടെ ഒപ്പം ഈ ഒരു ചെറിയ കോൺവെർസേഷനിൽ പങ്കെടുക്കാൻ പോകുന്നത് മെർലിൻ സാറ രാജു ആണ്. ഷീസ് വർക്കിംഗ് ആസ് എ ടീച്ചർ ഇൻ NSK ഇന്റർനാഷണൽ സ്കൂൾ, തുമ്പമൺ, പന്തളം. സോ വെൽക്കം ടു ദി സെഷൻ മെർലിൻ. താങ്ക് യു സോ മച്ച്. ഞാനപ്പോ ആഗ്രഹിക്കുന്നത് കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ. അപ്പം ഞാന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മെർലിന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ആൻസേഴ്സ് പറയും. ഉറപ്പായിട്ടും. അപ്പം എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, ആസ് എ ടീച്ചർ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കറിയാം സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികൾ ഒത്തിരി ഉണ്ട്, അതേപോലെ തന്നെ ബിലോ ആവറേജ് കുട്ടികളും ഉണ്ട്. ടീച്ചേഴ്സ് സാധാരണയായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്റ്റുഡിയസ് സ്റ്റുഡൻസിനെയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സ്റ്റുഡൻസിലേക്ക് ടീച്ചേഴ്സിന്റെ ശ്രദ്ധ കൂടുതൽ പോകാൻ? എന്താണ് മെർലിന്റെ ഒരു ഒബ്സർവേഷൻ? ഇത് പഴയ രീതിയിലായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പണ്ട് ഒരു ട്രഡീഷണൽ രീതിയിൽ അവർക്കൊരു ഇച്ചിരി ഈസി ആയിരിക്കും ടീച്ചേഴ്സിന്, അത് ആയിരിക്കാം അവരതിൽ കാണുന്നത്. അത് പക്ഷെ ഒരു ശരിക്കുള്ള ഒരു ടീച്ചിങ് ആകുമോ എന്നോട് ചോദിച്ചാൽ ആകില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു എക്സ്ട്രാ ഹെൽപ്പിന്റെ ആവശ്യമില്ല, അവർ പഠിച്ചോളും. പക്ഷെ വേണ്ടത് പഠിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ബിലോ ആവറേജിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് ശരിക്കും ഒരു ടീച്ചറിനെയും കൊണ്ട് ആവശ്യം. മറ്റു കുട്ടികൾക്ക് ഒരിക്കലും ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്താൽ ചിലപ്പം അത് അവരുടെ മനസ്സിൽ നിൽക്കുമെന്നാണ് എൻ്റെ ഒരു അറിവും നമ്മുടെ എക്സ്പീരിയൻസും. കാരണം അവർക്ക് കൂടുതൽ എഫേർട്ടിന്റെ ആവശ്യമില്ല. പക്ഷെ ബിലോ ആവറേജിന്റെ അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്കിപ്പോ നമ്മൾ സാധാരണ കൊടുക്കുന്ന കുട്ടികളെക്കാട്ടിലും ഒരു ഡിഫറെന്റ് മെത്തേഡ് യൂസ് ചെയ്ത് ആയിരിക്കും അവർക്ക് വേണ്ടത്. അതായിരിക്കും അവർക്ക് ഇച്ചിരൂടെ ചിലപ്പം ഇതിപ്പോ നമ്മൾ ചുമ്മാ പറയുന്നത് പഠിക്കുന്നവർക്ക് പറ്റുമെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി ആയിട്ടോ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയോ ഒരു പാട്ടിന്റെ രീതിയിലോ അവർക്ക് ഏതാണോ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതിലാണ് കാര്യം. അപ്പം ഈ ചിലപ്പം ടീച്ചേഴ്സിന്റെ എളുപ്പം, കാരണം അവര് പഠിക്കുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എങ്ങനെയും ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. പക്ഷെ ടീച്ചേഴ്സ് സത്യം പറഞ്ഞാൽ ആ ഒരു ചിന്താഗതി മാറ്റണം, ആ രീതി മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ്, അതേപോലെ തന്നെ നമുക്കറിയാം ഈ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ടീച്ചേഴ്സ് സ്ഥിരം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇതുപോലൊരു വേർസ്റ്റ് ക്ലാസ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം മെർലിന്റെ ഒപ്പീനിയനില് എന്തുകൊണ്ടായിരിക്കും ഒരു ടീച്ചർ അങ്ങനെ പറയുന്നത്? മേ ബി അവർക്ക് നമുക്ക് കുഞ്ഞിലെ പറയത്തില്ലേ അവരെക്കാട്ടില് നിങ്ങൾ അത്ര മോശം, അങ്ങനല്ലല്ലോ എന്റെ ടീച്ചറിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നൊരു ചിന്ത കുട്ടികളിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അവർക്ക് ഉള്ളിൽ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടായിട്ട് ബെറ്റർ ആകും എന്നുള്ള പ്രതീക്ഷയിലാകാം. ഇത് ഒരു പരിധി വരെ അവരെ സഹായിക്കാമായിരിക്കാം, അറിയില്ല. പക്ഷെ അതേസമയം ചെറിയ കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് മറ്റുള്ള ക്ലാസ്സിനെക്കാട്ടിലും നിങ്ങൾ ഇന്ന കാര്യത്തിൽ ബെറ്റർ ആണ്, പക്ഷെ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഡിസിപ്ലിൻ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലോ അത് ഒന്ന് മോൾഡ് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരൂടെ ബെറ്റർ. പക്ഷെ ടീച്ചേഴ്സ് അത് പറയാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുകിൽ അവരുടെ ഏതെങ്കിലും ഒരു മാനസികാവസ്ഥ, ആ സമയത്ത് ഒരു മാനസികാവസ്ഥ, അവരും പല ഒരു സാഹചര്യത്തിൽ കൂടെ ആണല്ലോ കടന്നു വരുന്നത്. ചിലപ്പം എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്, ചിലപ്പോ ഈ ക്ലാസ്സിനെ പറ്റി തന്നെ കുറ്റം കേട്ടിട്ടായിരിക്കാം വരുന്നത്. പക്ഷെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം വരുമ്പോഴാണ് ടീച്ചേഴ്സ് ഇത് വരുന്നത്. അതും പഴയ രീതിയിലായിരിക്കണം. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഒക്കെ ഇച്ചിരി വ്യത്യാസമാട്ടോ, അവര് അങ്ങനെ ഇച്ചിരി ഒന്ന് കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്ത് ഉയർത്തിക്കൊണ്ട് വരാനായിരിക്കും ശ്രമിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പൊ മെർലിൻ പറയുന്നത് ഈ ടീച്ചേഴ്സ് അവരുടെ ഫാമിലി ഇഷ്യൂസ് ഒന്നും ക്ലാസ്സിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുന്നില്ലെന്നാണ്. അതിനുള്ള ട്രെയിനിങ്സ് ഇപ്പോൾ ഒരുപാട് നമുക്ക് കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സിനും മോൾഡിങ് ആവശ്യമാണ്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വന്ന് നിൽക്കുന്നവർ എന്നല്ല, ഈ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനി നമ്മുടെ ഇമോഷണലിന്റെ ആണെങ്കിലും ശരി, നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും. കാരണം ഓരോ ദിവസവും ലോകം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാഹചര്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളുടെ ഇമോഷൻ, നമ്മളുടെ പ്രായം, നമ്മൾ ഓരോ ദിവസവും അതിൻ്റെതായ ഒരു വ്യത്യാസത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞിട്ട്
അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്നുള്ളൊരു രീതിയിൽ വരുമ്പോൾ ഒരിക്കലും അത് ഡ്രാഗ് ചെയ്ത് ക്ലാസ്സിൽ കൊണ്ടുവരരുത്. അത് ഒരിക്കലും കൊണ്ടുവരുത്. വീട്ടിലുള്ള കാര്യം വീട്ടിലും, സ്കൂളിലുള്ള കാര്യം സ്കൂളിലും വരണം. അങ്ങനെ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് വന്നാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യം വീട്ടിൽ മീൻസ് അന്നത്തെ ഒരു ദിവസം വീട്ടിലിരുന്ന് സമാധാനപ്പെട്ടിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അത് അന്ന് കുഞ്ഞുങ്ങളിലേക്ക് കാണിക്കുന്നതിലും എത്രയോ ഭേദമാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് ഇതറിയില്ല. ഈ കുഞ്ഞുങ്ങൾ അത് അനുഭവിക്കാൻ യാതൊരു അവർക്ക് ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണോ നമ്മൾ കാം ഡൗൺ ചെയ്യേണ്ടത്, എല്ലാവരും ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഇതാണ്. നമ്മളത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുക. അത് നമ്മുടെ ടീച്ചേഴ്സിന്റെ മോൾഡിങ്ങിന്, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മോൾഡിങ് ആവശ്യം, നമ്മൾ ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ സെൽഫ് കൺട്രോൾ, വൺനെസ്, ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാക്ട്ലി അത് കൊണ്ടുവരാൻ correct പാടില്ല ആണ്. എന്നാണ് എന്റെ അഭിപ്രായം. എന്തോ എക്സാക്ട്ലി അത് വളരെ കറക്റ്റാ. ടീച്ചേഴ്സിന് മോൾഡിങ് വളരെ ആവശ്യമാണ്. നമ്മള് എപ്പോഴും കുട്ടികളെ തീർച്ചയായിട്ടും. മോൾഡ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്, ടീച്ചേഴ്സിന് അതെ മോൾഡിങ് അതെ. ആവശ്യമാണ്. എന്തെങ്കിലും തരം ഒന്നാമത്തെ ട്രെയിനിങ് ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എല്ലാം തികഞ്ഞതാണ് എന്നൊരു ചിന്ത കുറയ്ക്കുന്നതല്ല. നമ്മളെക്കാട്ടി കൂടുതൽ അറിയാവുന്ന കുട്ടികളായിരിക്കും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പിന്നെ അവർക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സത്യം പറഞ്ഞ ആവശ്യമില്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അക്കാഡമിക്സിലാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇമോഷണൽ വാല്യൂസ്, ഹ്യൂമാനിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എഡ്യൂക്കേഷൻ ആണ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യം. കാരണം അത് പ്രാക്ടീസ് ചെയ്താലേ നമ്മളുടെ ഉള്ളിൽ വളരത്തും. ബാക്കിയുള്ള അക്കാഡമിക്സ് എഡ്യൂക്കേഷൻ ഒക്കെ അവർ തന്നെ എവിടെ നിന്നാണെങ്കിലും ഈവൻ യൂട്യൂബിൽ വരെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളായിട്ട് ഒരു ടീച്ചറിന്റെ ആവശ്യമുണ്ട് അതിനെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതെ, ആസ് എ ടീച്ചർ ക്ലാസ്സിൽ ഇപ്പം കുറച്ച് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാ മെർലിൻ കൈകാര്യം ചെയ്യുന്നത്? വളരെ കാം ആയിട്ടാണോ അതോ ഹാഷ് ആയിട്ടാണോ? എങ്ങനെയാണ് മെർലിന്റെ ഒരു രീതി? എങ്ങനെ? തുടക്കത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, തുടക്കത്തിൽ എനിക്ക് ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ ഈ തുടക്കം മുതൽ ഞാൻ ഈ സ്കൂളിലായിരുന്നു. തുടക്കത്തിൽ നമ്മൾ ഇതായിരിക്കും കുഞ്ഞുങ്ങൾ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ അവരുടെ ആ ഒരു പ്രായത്തിൽ നമ്മൾക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കിട്ടിയോണ്ടാകാം കുഞ്ഞുങ്ങളുടെ അടുത്ത് വളരെ കാമായിട്ട് ബിഹേവ് ചെയ്യാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ വിട്ടുപോകുമെങ്കിലും പക്ഷെ അവരോട് സോറി ചോദിക്കാൻ, നമ്മൾ ആവശ്യമില്ലാതെ അവരോട് ദേഷ്യപ്പെട്ടതിനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ സോറി ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ ഇപ്പം എനിക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കാമായിട്ട് അത് ഡീൽ ചെയ്യാനും അതിനെ വേറെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ടീച്ചേഴ്സിന് അതിനുള്ള ട്രെയിനിങ് കിട്ടുന്നുമുണ്ട്. എന്താ ഇപ്പം കുഞ്ഞുങ്ങളെ മിണ്ടാതിരിപ്പിക്കുന്നതിനാണെങ്കിലും പാട്ടിൽ കൂടെ അവരെ മിണ്ടാതിരിപ്പിക്കാം. അവരെ ചിലപ്പോ ഒരു കൗണ്ട് ഡൗണിൽ കൂടെ മാറ്റാം. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പല രീതികളുണ്ടാവും. അത് ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ വ്യത്യാസമുണ്ട്. ഈ നമ്മുടെ വലിയ ക്ലാസ്സുകളിൽ ചെയ്യുന്നത് കൊച്ചു ക്ലാസ്സുകളിൽ പറ്റത്തില്ല, കൊച്ചു ക്ലാസ്സുകളിൽ ചെയ്യുന്നത് വലിയ ക്ലാസ്സുകളിൽ പറ്റത്തില്ല. പക്ഷെ എവിടെയാണെങ്കിലും സ്ട്രാറ്റജി ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്താ വളരെ ഷൗട്ട് ചെയ്ത് ബെഞ്ചിലൊക്കെ നടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം വെച്ചോ അങ്ങനെ ആവാം. അതിനു പകരം അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന, ഇതുവരെ ആ ടീച്ചർ ബിഹേവ് ചെയ്യാത്ത രീതിയിൽ നല്ലൊരു രീതിയിൽ അവർക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കുന്ന രീതിയിൽ എന്തെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷനെ ഒന്ന് കാം ഡൗൺ ചെയ്ത് കൊണ്ടുവരാമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ അവരുടെ 100% കൊടുക്കുന്നുണ്ടോ? അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, നമുക്കറിയാം ഒരു ടീച്ചർ ഇപ്പം 8ാം ക്ലാസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷമായിട്ട് പഠിപ്പിക്കുക. അപ്പൊ ഏകദേശം സിലബസ് ഒക്കെ ആ 5 വർഷമായിട്ട് സെയിം തന്നെ ആയിരിക്കും. നമുക്കറിയാലോ SCRTയുടെ NCRTയുടെ ഒക്കെ ചിലപ്പോൾ 5 വർഷം കണ്ടിന്യൂസ് ഒരു സിലബസ് തന്നെ ആയിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു പാഠത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അവർ ആ 5 വർഷവും എനിക്ക് ആ പാഠം അറിയാമല്ലോ, ഇനി അടുത്ത ക്ലാസ് വരുമ്പോഴും ജസ്റ്റ് പ്രിപ്പയർ ഒന്നും ചെയ്യാതെ ജസ്റ്റ് വായിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ എന്നായിരിക്കുമല്ലോ മിക്ക ടീച്ചേഴ്സും ചിന്തിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ടീച്ചേഴ്സ് 100% കൊടുക്കുന്നുണ്ടോ? എന്താണ് അതിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ?
ഇപ്പോ പറഞ്ഞ രീതിയിലുള്ള ടീച്ചേഴ്സ് ഒരിക്കലും 100% കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആഹ് എത്ര വർഷം പഠിപ്പിച്ചാണെങ്കിലും നമ്മൾക്കൊരു ലെസൺ പ്ലാൻ എന്നൊരു കാര്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്തിട്ട് പോണം. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ സാഹചര്യത്തിലും എന്താ നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുന്ന രീതിയുടെ സ്ട്രാറ്റജി മാറ്റണം എന്നുള്ളത്. ഞാനിപ്പോ മുമ്പ് പറഞ്ഞത് തന്നെ ഞാൻ പറയാണ്. ഇപ്പൊ കൈയടിച്ചാണ് അവരെ ചെയ്തെങ്കിൽ അടുത്ത ദിവസം പോലെ കൈയടിക്ക് ഒരു വിലയും കാണത്തില്ല. കൈയടിച്ചാണ് അവരെ ശ്രദ്ധ എടുത്ത് അവർക്ക് കാരണം നമ്മൾ പുതിയ കാര്യങ്ങൾ അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഓരോ തവണയും അതിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ലെസണിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറിയേ പറ്റുള്ളൂ. അതിന് എത്ര പെർഫെക്റ്റ്, കാരണം കാലഘട്ടം മാറുകയാണ്, കുഞ്ഞുങ്ങളുടെ ചിന്താഗതി മാറുകയാണ്. ഇപ്പൊ പലരും വീഡിയോസിലൂടെ അല്ലെങ്കിൽ ഒരു പാട്ടിലൂടെ എന്തുകൊണ്ടാണ് ഇപ്പോഴും എനിക്കറിയില്ല എത്രമാത്രം അവിടെ റീച്ച് ആയിട്ടുണ്ട്. നമ്മൾ പല കാര്യം എന്തിന് മാത്സിന്റെ ഇക്വേഷൻസ് പോലും ഇപ്പൊ പാട്ടിൽ കൂടെ പഠിപ്പിക്കുന്നത്. പണ്ടതല്ല. പണ്ട് നമ്മൾ ഇക്വേഷൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ശരി, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻസ് പഠിപ്പിക്കുകയാണ് അല്ല ടേബിൾസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു രീതിയായിരുന്നു 1 into 1, 1 into 2 ഇങ്ങനെ പഠിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ അതിന് പകരം ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്. പണ്ട് ഷേപ്സ് പഠിപ്പിക്കുന്നതിനും രീതി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സ്ക്വയർ, ദിസ് ഇസ് സർക്കിൾ, ദിസ് ഇസ് ട്രൈങ്കിൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് പകരം ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഐഡന്റിഫിക്കേഷനും കളിയാണ് മൊത്തം. ഇവര് കളിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇതെല്ലാം അവര് പഠിക്കുന്നത്. അപ്പം നമ്മൾ എന്താണോ ചെയ്തു വന്ന രീതി മാറ്റി കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. ഇപ്പോൾ AI ഉണ്ട്. അവർക്ക് തന്നെ ഇപ്പം അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ടൈഗർ ഫോട്ടോ എടുക്കുന്ന രീതിയായ അവസ്ഥ. വീഡിയോ എടുത്ത് കൊടുത്താലാണ് ഇച്ചിരൂടെ അവരെ എടുക്കത്തുള്ളൂ. പണ്ട് ടൈഗർ എന്നൊരു മൃഗമുണ്ട്. അത് കാട്ടിലാണ് ജീവിക്കുന്നത്. അതിനൊരു യെല്ലോ കളറാണ്, അതിന്റെ ദേഹത്ത് ബ്ലാക്ക് സ്ട്രൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അത് കാണണം, അത് കേൾക്കണം, അതിന്റെ ശബ്ദം എന്താന്നുള്ളത് കേൾക്കണം, അതിന്റെ ഫർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അവർ തൊട്ടറിഞ്ഞാൽ ഓരോന്നിനും അതിന്റെ സ്ട്രാറ്റജി നമ്മൾ ചേഞ്ച് ചെയ്യണം. അതാണ് ഇപ്പം ആപ്പിൾ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, A for ആപ്പിൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആപ്പിള് അന്ന് നമുക്ക് ഇമാജിനറിയിൽ നമ്മൾ ചിന്തിച്ചാൽ മധുരം. ഇന്നത്തെ കുട്ടികൾക്ക് അത് മധുരമാണോ കയ്പാണോ എന്താണെന്നുള്ള ടേസ്റ്റ് വരെ അറിഞ്ഞാൽ അങ്ങനാണ്. അപ്പൊ ട്രഡീഷണൽ രീതിയിൽ എന്തായാലും പറ്റത്തില്ല. 8 വർഷമോ 10 വർഷമോ പഠിപ്പിച്ചാല് എന്റെ അഭിപ്രായത്തിൽ ദിവസവും നമ്മുടെ സ്ട്രാറ്റജി മാറ്റിയാൽ മാത്രമേ ക്ലാസ് എഫക്റ്റീവ് ആവത്തുള്ളൂ. മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, പഠിക്കാൻ ഇച്ചിരി ആകാംക്ഷ ഉണ്ടാവും. അവരിലേക്ക് കുറച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞിട്ട്. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇങ്ങനാണെങ്കിൽ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അവർക്ക് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരൂടെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് അതേസമയം എല്ലാം പഴയ രീതിയിൽ തന്നെ ചെയ്യാൻ എനിക്കൊരു വ്യത്യാസം വരുത്തണ്ട എന്ന് ചെയ്യുന്ന അങ്ങനെ ചിന്തിച്ചാണ് ടീച്ചേഴ്സ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് 100% ക്ലാസ് റൂമിൽ കൊടുക്കാൻ പറ്റുമെന്ന്. കറക്റ്റാ അത് പറഞ്ഞത്. അത് ആരും ചിന്തിക്കത്ത് പോലും ഇല്ല. ഇപ്പം എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാ. കാര്യം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ ആ ചാപ്റ്റേഴ്സ്. അപ്പൊ എനിക്ക് അതെ അതെ കാണാൻ അറിയാം, ലൈൻ ബൈ ലൈൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോകും. ശരിയാ, നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുക എന്നൊരു ചിന്ത എല്ലാ ടീച്ചേഴ്സിനും എല്ലാ ദിവസവും വേണം. തീർച്ചയായിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ, അതേപോലെ തന്നെ കോൺട്രവേഴ്സ്യലാണ്. കോൺട്രവേഴ്സി എന്ന് വെച്ചാല് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് പാർഷ്യാലിറ്റി? ഒപ്പീനിയൻ അബൌട്ട് കംപ്ലീറ്റ്ലി നോ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഓരോരുത്തരുടെ മനസ്സാണ്. അത് നമ്മൾക്കിനി എത്ര നമ്മളിപ്പോ ഉപദേശിച്ചു കൊണ്ടുവന്നാലും അത് ഉള്ളീന്നൊരു തീരുമാനം എടുക്കാതെ അതിന് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ ഇപ്പൊ എത്ര കുട്ടികൾ, ഇപ്പൊ 20 കുട്ടികളാണെങ്കിലും 30 കുട്ടികളാണെങ്കിലും 45 കുട്ടികളാണെങ്കിൽ 45 കുട്ടികളും എന്റേതാണ് എന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മള് എപ്പോഴും ക്ലാസ്സിലിരിക്കാൻ. അത് പ്രാക്ടീസ് ചെയ്യണം എന്നല്ലെങ്കിൽ നമ്മളിപ്പോ പറയുക നിങ്ങൾക്ക് അവരെല്ലാരും ഒരുപോലെ, എത്ര ആണെങ്കിലും ഒരു ഫേവറേറ്റിസം അല്ലെങ്കിൽ ഫേവറിസം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തലുകൾ. പക്ഷെ നമ്മളുടെ അമ്മ എന്നുള്ളൊരു ചിന്ത വരുവാണെങ്കിൽ നമ്മൾ അമ്മ, നമ്മുടെ പിള്ളേര്, അങ്ങനെ ഒരു ചിന്ത വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഫേവറിസം ഉണ്ടാകുമെന്നുള്ളത് അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ എന്റെ ടീച്ചേഴ്സ് എന്നെ കേൾക്കുന്നവരുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ആണ്, അങ്ങനെ ഉണ്ടാകരുത്. കാരണം നമ്മൾ ഓരോ കുഞ്ഞുങ്ങളുടെ ഇമോഷൻ വെച്ചാണ് നമ്മളത് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ,
അങ്ങനൊന്നും ചെയ്യരുത്. അപ്പൊ മറ്റു കുഞ്ഞിനുണ്ടാകുന്ന വേദന ഒരിക്കലും മറക്കത്തില്ല. ടീച്ചർ എന്ന കോൺസെപ്റ്റിനോടെ നമുക്ക് ദേഷ്യം വരും. അപ്പം പല കാര്യങ്ങളും പല പല കാര്യങ്ങളും നമ്മൾ പോലും പഴയത് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഇഗ്നോർഡ് ആയ ഒരു കാര്യം, കുറെ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ആരും പാർഷ്യാലിറ്റി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അറിയാതെ പറ്റിപ്പോകുന്ന ഇപ്പൊ ടീച്ചേഴ്സിന് പലപ്പോഴും അവർ കാണിക്കുന്നില്ലായിരിക്കും, പക്ഷെ കുട്ടിക്കോ കുട്ടിയുടെ മാതാപിതാക്കൾക്കോ തോന്നുന്നുണ്ടാവാം ടീച്ചർ പാർഷ്യലാണെന്ന്. സാഹചര്യം കൊണ്ട് വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ടാവാം. എല്ലാ ടീച്ചേഴ്സും അത് പാർഷ്യാലിറ്റി കാണിച്ചിട്ടാണ് അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നില്ല. പക്ഷെ അതിനൊരു ഉറപ്പ് വരുത്താൻ അതും കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, മാതാപിതാക്കളാണെങ്കിലും ശരി, അതിനൊരു ടൈം എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ ടീച്ചേഴ്സും പാർഷ്യൽ ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലല്ലോ. എന്താണ് ഇപ്പൊ റീസൺ? പേരൻസ് വെക്കുമായിരിക്കാം, നമ്മളുടെ ഭാഗത്തുള്ള സാഹചര്യവും നമ്മൾ വെക്കുമായിരിക്കാം. രണ്ടും മനസ്സിലാക്കിയാലേ, അപ്പം ഇത് അറിയുന്നതിന് മുന്നേ വിധിക്കരുത് എന്താ ആ ടീച്ചർ പാർഷ്യൽ ആയെന്ന്. പക്ഷെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഉണ്ടാകരുത്. അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം. അത് നിങ്ങളായിട്ട് തീരുമാനമെടുത്ത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലാതെ ആർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ അത് പറ്റില്ല. അതേപോലെ ഒരു ടീച്ചർ എങ്ങനെ ആവരുതെന്നാണ് മെർലിന്റെ ഒപ്പീനിയൻ? ഒരു ടീച്ചർ എങ്ങനെ ആവരുത്? മുൻവിധിയോടുകൂടെ കുഞ്ഞുങ്ങളെ അപ്രോച്ച് ചെയ്യരുത്. പല കുഞ്ഞുങ്ങളും പല രീതി. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു 20 കുട്ടികളുണ്ടെങ്കിൽ 20 പേർക്കും 20 ക്യാരക്ടറാണ്. നമ്മള് ഇപ്പം എന്താ പലരും പല ആൻസറുകൾ പറയും. ചിലപ്പോ ഒരാള് എപ്പോഴും തെറ്റായിട്ടുള്ള ആൻസർ ആയിരിക്കും പറയുന്നതെന്ന് വെക്കുക. ആ കുട്ടി ഇനിയിപ്പോ അടുത്ത ദിവസം കൈ വെക്കുന്ന സമയം ഇനി ഇയാളുടെ വായിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. ലിസൺ. ഒന്ന് നമ്മളൊരു ജഡ്ജ്മെന്റോട് കൂടി ഒരു കുഞ്ഞിനെയും അപ്രോച്ച് ചെയ്യരുത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടാവും. അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കണം, അവരെ ഒന്ന് ലിസൺ ചെയ്യണം. എന്താണെങ്കിലും ആ കുഞ്ഞ് ഇപ്പോൾ ഒരു വളരെ നോട്ടിയായിട്ട് ബിഹേവ് ചെയ്യുന്നതിന്റെ ബിഹൈൻഡും ഒരു റീസൺ ഉണ്ട്. ആ കുഞ്ഞത് വലിച്ചെറിഞ്ഞതിനോ ഉപദ്രവിച്ചതിനോ അവിടെ കിടന്ന് ചുമ്മാ അലച്ചോണ്ട് ഓടി നടക്കുന്നതിനോ അനുസരിക്കാതിരിക്കുന്നതിനോ എല്ലാത്തിനും ആ കുഞ്ഞിന് പറയാനുള്ള ഒരു 100 റീസൺ ഉണ്ടാവും. ആദ്യം നമ്മൾ അത് ഒരിക്കലെങ്കിലും നമ്മൾ അത് കേൾക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിസൺ എന്ന് പറയുന്നത്. മെയിൻ കാര്യം ജഡ്ജ്മെന്റൽ ആവരുത് എന്ന് തന്നെയാണ്. ഞാൻ ഒരു സ്റ്റോറി പറഞ്ഞോട്ടെ. ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തൊരു സ്റ്റോറിയാണ്. സ്കൂളുകളിൽ ഇന്റർവ്യൂസ് ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മുമ്പ് വലിയ വലിയ സ്കൂളുകളിൽ ഇന്റർവ്യൂസ് ഉണ്ട്. ഇന്റർവ്യൂസിന്റെ സമയം നമ്മുടെ കിറ്റക്കാരൻ സെഷൻ ഉൾപ്പെടെ ഉള്ളവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ ഒരു കുഞ്ഞിനെ വിളിച്ചു. അപ്പം എന്താ ഓരോരുത്തരെ ഓരോ പിക്ചർ കാണിച്ചിട്ട് ഇതെന്താ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പം അങ്ങനെ ആപ്പിള് കാണിച്ചു, ആനയെ കാണിച്ചു. ആനയെ കാണിച്ചപ്പോഴും നീ കുഞ്ഞു മിണ്ടത്തിൽ കുഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പം ആ കുഞ്ഞ് അപ്പം ടീച്ചർ എഴുതി വിധി, ഈ കുട്ടിക്ക് ഒന്നും അറിയത്തില്ല, ഐഡന്റിഫിക്കേഷൻ പോലും ഇല്ല എന്ന് എഴുതി. അതാണ് റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തത്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് അമ്മ ചോദിച്ചു, നീ എന്താ മോനെ പറയുന്നത്? ആ ടീച്ചറിന് ആനയെ കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ല, പിന്നെ എന്നോട് ചോദിക്കാൻ വരുന്നത്, എന്നെ പഠിപ്പിക്കാൻ വരുന്നത്. അതിന്റെ അർത്ഥം കുഞ്ഞിനറിയാം. കുഞ്ഞ് ചിന്തിക്കുന്നത് മുന്നിൽ ഇരിക്കുന്ന ആൾക്ക് ഇതിനെപ്പറ്റി ആ ഒരു അറിവ് പോലും ഇല്ല, എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വരുന്നത്. സോ എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ട് പുറകില് എന്നുള്ളത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. കാരണം നമ്മൾ ആ ഒരു നിമിഷത്തെ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്ക് ഇപ്പോൾ എക്സാംസ് ഒന്നുമില്ല. ഞങ്ങളുടെ സ്കൂളിൽ എക്സാംസ് ഒന്നുമില്ല. കാരണം എന്താ പറയുക, ഓൺ ഗോയിങ് അസസ്മെന്റ് ആണ്. കാരണം ഇവർക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കും അവര് പറയുന്നതും അവരെ പിടിച്ചു നിർത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറയുന്നതും അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിക്കുന്നതും ആയിരിക്കില്ല ശരിക്കും ആ കുഞ്ഞിന്റെ അറിവ് എന്ന് പറയുന്നത്. ഈ എക്സാം എഴുതുന്ന സമയത്തെ അറിവല്ല ശരിക്കും, പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുള്ളവർക്ക്. അവർക്കറിയാമായിരിക്കും ആ ഒരു നിമിഷം മറന്നുപോയതല്ലല്ലോ ആ കുഞ്ഞിന്റെ അറിവ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടാവും, അറിയാമായിരിക്കും, ജസ്റ്റ് ഒരു ഗ്ലാൻസ് ഒരു ആവശ്യമേ ഉണ്ടായിരിക്കുള്ളായിരിക്കും. പക്ഷെ നമ്മൾ വിധി എഴുതാണ് ഈ കുട്ടിക്ക് ഇതിനൊന്നും അറിയില്ല. എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ ഓൺഗോയിങ് ആയത്. കാരണം ആ കുഞ്ഞ് നേരത്തെ തന്നെ ഒരു കുട്ടി ഒരു ദിവസം ഇരിക്കുകയാണ്, എനിക്ക് മടിയാണ്, ഞാൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ ഇൻവിജിലേറ്റർ വന്നു, എല്ലാ കുട്ടികളും നടക്കുക. ഈ കുട്ടിക്ക് ഒരു തരത്തിലും മൂടില്ല, തീരുമാനിച്ചിരിക്കാൻ നടക്കില്ല. പോട്ടെ, എന്തെങ്കിലും കാലിന് വേദന ആയിക്കോട്ടെ. പക്ഷെ ആ ആൾക്ക് എഴുതി വെക്കാൻ പറ്റുമോ ഈ കുട്ടി നടക്കില്ല എന്ന്? എഴുതി വെക്കാൻ പറ്റില്ല. ഈ കുഞ്ഞ് നടക്കുന്നതാണ്, ഈ കുഞ്ഞിന്റെ കാലിനൊരു പ്രശ്നവുമില്ല, എല്ലാം നമുക്കത് വ്യക്തമായിട്ട് അറിയാം. അതാണ് എപ്പോഴും നമ്മളാണെങ്കിലും ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് അതിന്റെ പുറകിലുള്ള റീസൺ അന്വേഷിക്കുക. അതിനു മുന്നേ ഒരു മുൻവിധിയോടുകൂടി ഒരു കുഞ്ഞിനെ കാണരുത്. അതാണ് ഒരു ടീച്ചറിന് വേണ്ടത്. പാർഷ്യലാകരുത്, ജഡ്ജ്മെന്റൽ ആവരുത്. അതാണ് വേണ്ടത്. എല്ലാരെയും അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരേപോലെ അപ്രോച്ച് ചെയ്യുക, എല്ലാരെയും കേൾക്കാൻ ശ്രമിക്കുക, നല്ലൊരു ടീച്ചർ ആകുക. നല്ലൊരു ടീച്ചർ എന്നല്ല, മെന്റർ ആകുക. ഞങ്ങളിപ്പോ ടീച്ചർ എന്നൊരു വാക്ക് സത്യം പറഞ്ഞാൽ ഉപയോഗിക്കാറില്ല. നല്ലൊരു മെന്റർ ആകുക, അതാണ് വേണ്ടത്. ഓക്കെ, ഇനിയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ടീച്ചിങ് കരിയർ തിരഞ്ഞെടുക്കാനുള്ള റീസൺ? ആക്ച്വലി ഞാന് എന്റെ 5ാം ക്ലാസ്സില് നമ്മൾ ടീച്ചേഴ്സ് ചോദിക്കില്ലേ എന്താവാനാ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോ വളരെ ഇതായിട്ട് ഞാൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അത് വിട്ട് പിന്നെ വേറൊരു കരിയറിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടുന്ന് സത്യം പറഞ്ഞാൽ തിരിച്ചു വന്നത് വളരെ ഒരു മിറാക്കിൾ ആണെന്ന് തന്നെ പറയാം. പക്ഷെ ദ മൊമെന്റ് ഐ റീച്ച്ഡ്, ഞാൻ അപ്ലൈ ചെയ്തു, എങ്കിലും എനിക്കത് കിട്ടി. ദ ജേർണി ഫ്രം ദാറ്റ് മൊമെന്റ് ടു ദിസ് എന്ന് പറയുമ്പോൾ വളരെ ഹാപ്പിയും വളരെ, ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തതിൽ വളരെ പ്രൗഡും തോന്നുന്ന ആളാണ്. കാരണം ഓരോ നിമിഷവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഓരോ തവണ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഞാൻ അതിനൊരു കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ടീച്ചേഴ്സിനും അത് ഓർക്കുമ്പോഴും വളരെ സന്തോഷമായിരിക്കും. ടീച്ചർ എന്ന് പറയുന്നത് എല്ലാവരെയും ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ടീച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ പിറകിൽ ഒരു ടീച്ചർ ഉണ്ടാവും, ഏതും ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് ടീച്ചർ, അതുകൊണ്ട് എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു ടീച്ചർ എന്ന് പറഞ്ഞ ഒരു റെസ്പെക്റ്റാ എന്ന്. ഞാൻ ടീച്ചർ ആവുന്നതിന് മുമ്പേ പറയായിരുന്നു. അതിന് ഏത് മനുഷ്യനാണെങ്കിലും സ്വന്തം ടീച്ചർ വന്നെന്ന് പറഞ്ഞാൽ അതിന് പ്രസിഡന്റ് ആണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുമെന്ന് അമ്മ പറയായിരുന്നു. പക്ഷെ അതിന്റെ വാല്യൂ മനസ്സിലാവുന്നത് ഈ പ്രൊഫഷനിലേക്ക് കയറിയപ്പോഴാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് നന്നായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്ന് ഞാൻ ടീച്ചർ എന്ന് എഴുതി വെച്ചത്. അല്ലാതെ എന്റെ ഒരു ടീച്ചർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടല്ല. പക്ഷെ ഇത് എന്റെ മനസ്സിൽ കിടന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ജേർണിയിൽ വളരെയധികം സന്തോഷവതിയാണ് അല്ലെ ആസ് എ ടീച്ചർ? ഒരുപാട്. എനിക്ക് തിരിച്ചൊരു നോട്ടം നോക്കണമെന്നേ ഇല്ല. വളരെ വേറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് തന്നെ എനിക്ക് അതൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ടെന്നാണ് വേറൊരു വലിയൊരു കാര്യമാണ്. എനിക്ക് തിരിച്ചൊരു നോട്ടമേ ഇല്ല. ഐ എം വെരി ഹാപ്പി വിത്ത് മൈ പ്രൊഫഷൻ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ എം ഓക്കെ. ഫീലിംഗ് ബ്ലെസ്ഡ്. ഓക്കെ, സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ആസ് എ ടീച്ചർ? സ്റ്റുഡൻസിന് കൊടുക്കാനും ആക്ച്വലി അവരോട് പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, റെസ്പെക്ട് യുവർ ടീച്ചർ അല്ലെങ്കിൽ റെസ്പെക്ട് യുവർ മെന്റർ. ഓക്കെ, നമ്മള് എന്താ കുട്ടികളെ, അതാണ് മെയിൻ. റെസ്പെക്ട് ചെയ്യണമെന്ന് മാത്രമല്ല, അവരാണ് നിങ്ങൾക്ക് വഴികാട്ടികൾ. വഴികാട്ടികളാണ്, അവരെ പഠിപ്പിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, വഴികാട്ടികളാണ്. അവർക്ക് ഓരോന്ന് ചെയ്യാനുള്ള പ്രചോദനങ്ങൾ കൊടുക്കുന്നത്, അവർക്ക് ഓരോന്ന് ചെയ്യാനുള്ള ഒരു ക്ലൂസ് കൊടുക്കുന്നത് ഒക്കെ ടീച്ചേഴ്സാണ്. ഇന്നത്തെ കാലത്ത് വളരെ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം റെസ്പെക്റ്റ് ആണ്. എന്തും പറയാം, എന്ത് ക്ലാസ്സിൽ ഏതാണെങ്കിലും ജഡ്ജ് ചെയ്യാം, അങ്ങനെയുണ്ട്. ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്നത്. നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്ന പോലെ തന്നെ ടീച്ചേഴ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെ കളിയാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പല ടീച്ചേഴ്സും വളരെ സങ്കടത്തോടു കൂടി ഇറങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് നമ്മളുടെ പഠിക്കുന്ന കാലത്തും അതെ, കൂടാതെ ഇപ്പോഴാണെങ്കിലും ഒന്നുമല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ബഹുമാനിക്കുക. നിങ്ങളുടെ വഴികാട്ടികളാണ്. അവരെ ഓർത്തെന്നും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരെ റെസ്പെക്ട് ചെയ്യുക. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ നന്നായിക്കോളും.
താങ്ക് യു സോ മച്ച് മെർലിൻ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ. എനിക്ക് താങ്ക് യു സോ മച്ച്. കുറച്ച് ആസ് എ ടീച്ചർ, നമുക്ക് ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണല്ലോ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. നമുക്കറിയാം ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ. ഒരു ക്ലാസ്സിലോട്ട് ഒരു ടീച്ചർ വരുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് ഈ പാർഷ്യാലിറ്റി ഒക്കെ ഫേസ് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അതൊരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എങ്കിൽ പോലും സ്റ്റുഡൻസിന് അതിന്റെ ഉത്തരം അറിയണമെന്നൊരു ആഗ്രഹം കാണും. എന്തുകൊണ്ടായിരിക്കാം പാർഷ്യാലിറ്റി കാണിക്കുന്നത്? സ്റ്റുഡിയസ്, ബിലോ ആവറേജ്, അങ്ങനെ കുറെ കാറ്റഗറീസ് ഉണ്ടല്ലോ ഒരു ക്ലാസ്സിൽ തന്നെ. അപ്പം ഈ ഒരു സെഷൻ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒരേപോലെ തന്നെ പ്രയോജനം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് മെർലിൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ ഒട്ടും എക്സ്പെക്ടഡ് അല്ലായിരുന്നു. സോ ഞാൻ സംസാരിച്ചതെല്ലാം എന്റെ എക്സ്പീരിയൻസിൽ കൂടാണ്. ബാക്കി പലർക്കും പല പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാകും. എന്നായാലും സോ ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് മെനി. So thank you so much for inviting me. Thank you. So thank you everyone. Thank you.